പുഷ്പയിലെ പീലിംഗ് സോങ്ങിലൂടെ വയലിനിൽ വൈറൽ താരമായി മാറി ആലപ്പുഴ എരമല്ലൂർ സ്വദേശി അപർണ പ്രദീപ്. അപർണയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പുഷ്പയുടെ സംഗീത സംവിധായകൻ ദേവിശ്രീ പ്രസാദ് നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയായിരുന്നു. ദേവിശ്രീക്കൊപ്പം ഒരു വേദിയിൽ പരിപാടി അവതരിപ്പിക്കുവാനും ഈ കൊച്ചുമിടുക്കിക്ക് അവസരം ലഭിച്ചു. പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ദേവിശ്രീ പ്രസാദിൻ്റെ പ്രശംസ പിടിച്ചുപറ്റിയ ഒരു ആലപ്പുഴക്കാരിയുണ്ട്, അപർണ പ്രദീപ്. പുഷ്പ എന്ന ചിത്രത്തിലെ ഗാനം അപർണ തൻ്റെ വയലിനിലൂടെ നാദവിസ്മയം തീർത്തതോടെയാണ് ദേവിശ്രീ പ്രസാദ് ഈ വീഡിയോ കാണുകയും അപർണയെ ഒരു വേദിയിൽ ഒന്നിച്ച് ഒരു പ്രകടനം കാഴ്ചവെക്കുവാൻ ക്ഷണിക്കുകയും ചെയ്യുന്നത്. ഇന്ന് അപർണ നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു ചാൻസ് കിട്ടുന്നത്? ആ ഒരു മൊമെൻ്റ് എങ്ങനെയായിരുന്നു? ആ വീഡിയോ അഖിൽ ചേട്ടനും പിന്നെ നീരജ് ചേട്ടനുമായിരുന്നു ആ വീഡിയോ എടുത്തിരുന്നേച്ചത്. അപ്പോൾ അവർ വീഡിയോ എടുത്ത് ഇട്ടു. ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചു ഇരുന്നേച്ച് എന്നാലും അക്സെപ്റ്റ് ചെയ്ത് കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ വീഡിയോ കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ആ വീഡിയോ കണ്ടു, പുള്ളിക്കാരൻ കണ്ടു. പുള്ളിയുടെ മാനേജർ ഇങ്ങോട്ട് വിളിച്ചു, ഫാദറിനെ വിളിച്ചിട്ട് പറഞ്ഞു പ്രോഗ്രാമിന് വരുമോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ വലിയൊരു ചാൻസായിട്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നെ അങ്ങനെ പോയി, ബാംഗ്ലൂർ വരെ പോയി. പിന്നെ പരിപാടി ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഫെസിലിറ്റീസാണ് അവിടുന്ന് തന്നിരുന്നത്. പിന്നെ അത് ആ പരിപാടി ചെയ്തു. വളരെ സന്തോഷം. ഇപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണല്ലോ അപർണയുടെ ഒരു ടീമും. ഇപ്പോൾ എത്ര വർഷമായിട്ട് ഈ വയലിൻ അഭ്യസിക്കുന്നുണ്ട്? ഇപ്പോൾ ഒരു 12 years ആയിട്ടുണ്ടാവും. എന്താണ് ഇതിൻ്റെ ഈ വയലിൻ ഫ്യൂച്ചർ ഒരു അംബീഷൻ, അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? മ്യൂസിക്കിൽ തന്നെ PhD എല്ലാം എടുക്കാനാണ് പ്ലാൻ. പിന്നെ ഈ മ്യൂസിക് തന്നെയാണ്. നിലവിൽ 9ാം ക്ലാസ് കഴിഞ്ഞു, ഇനി 10ലേക്കാണ്. കൂടുതൽ കഠിനമായ ഒരു പുതിയ 10ാം തരത്തിലുള്ള SSLC എക്സാം ഉൾപ്പെടെയുണ്ട്. അപ്പോഴും ഈ മ്യൂസിക്കിനെ കൂടെ ചേർത്ത് തന്നെ കൊണ്ടുപോകാനാണ്. ആണ് ഷുവറായിട്ട് ഇത് തന്നെയാണ് കൂടെ കൊണ്ടുപോകാനാണ് താല്പര്യം. അപ്പം എല്ലാവിധ ആശംസകളും. എന്തായാലും അമൃത ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ഒരു പെർഫോമൻസ് ഇപ്പം